നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം 2024 സെപ്റ്റംബർ 17 കൂത്തുപറമ്പ് ലയൺസ് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച കൂത്തുപറമ്പ് പുറക്കളത്തെ ലയൺസ് ക്ലബ്ബിൽ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി താലൂക്കിന്റെ കീഴിൽ വിശ്വകർമ്മ ദിനം സെപ്റ്റംബർ 17 കൂത്തുപറമ്പിൽ ലയൺസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ വർഷങ്ങളും നടത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ വർഷവും ആഘോഷിക്കുന്നത്. എങ്കിലും ഇവിടെ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിപാടി അല്പം ചുരുക്കിയിട്ടുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവരാണ്. അതുപോലെ ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഹരീന്ദ്രൻ ചാലാട്. വിശ്വകർമ്മ സമുദായം ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ പറ്റിയുള്ള ഒരു വിഷയമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇതിനു പുറമെ നമ്മുടെ ഈ താലൂക്കിൽപ്പെടുന്ന എല്ലാ വിശ്വകർമ്മ കുടുംബാംഗങ്ങളിലും SSLC+2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകുന്നുണ്ട്. 13 ശാഖകളിൽ നിന്ന് ഏതാണ്ട് 300ഓളം ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കും. കലാമണ്ഡലം മഹേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചിത്രകാരൻ ഹരീന്ദ്രൻ ചാലാട് മുഖ്യ പ്രഭാഷണം നടത്തും. വിശ്വകർമ്മ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉദ്ഘാടനം പ്രകാശ് ജ്വല്ലറി ഗ്രൂപ്പ് ഓഫ് MD NB പ്രദീപൻ നിർവഹിക്കും. വിശ്വകർമ്മ ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞു, അതായത് വ്യാപാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിങ് അന്നേ ദിവസം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് NB പ്രദീപൻ പ്രകാശ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഉടമയാണ്. അതുപോലെ തന്നെ വിശ്വകർമ്മ സാഹിത്യ സംഘം വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് ശ്രീ വിഷയം കുറ്റിയാട്ടൂർ ഈ വികാസ് സംസ്ഥാന കമ്മിറ്റിയും അത് ഈ ഒരു പരിപാടിയൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ്. വിശ്വകർമ്മ സാഹിത്യ സംഘത്തിന്റെ ഉദ്ഘാടനം വികാസ് സംസ്ഥാന സമിതി അംഗം വിശ്വം കുറ്റ്യാട്ടൂർ നിർവഹിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കലാപരിപാടികൾ ഒഴിവാക്കിയാണ് ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. പത്രസമ്മേളനത്തിൽ E ഗംഗാധരൻ, പത്മനാഭൻ പാണ്ഡ്യഞ്ചേരി, NK ഷാജി, PV ശ്രീധരൻ, NP പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്.